ഹലോ, ഹായ്, നമസ്കാരം. നിങ്ങളൊരു വാശിക്കാരനാണോ? വാശി പലയിടങ്ങളിലും നല്ലതാണ് എന്നാണ് പലരും കരുതുന്നത്, അല്ലേ? നമ്മൾ പല കാര്യങ്ങളിലും പലരെയും അവഗണിക്കപ്പെടാറുണ്ട്, അല്ലെങ്കിൽ നമ്മൾ അവഗണിക്കപ്പെടാറുണ്ട്, നമ്മൾ ആരെയും പലരെയും അവഗണിക്കാറുണ്ട്. ഈ അവഗണിക്കലിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ആദ്യമൊക്കെ വേദനിക്കും, അവർക്ക് സങ്കടമുണ്ടാകും, കരയും, അതല്ലെങ്കിൽ അവർ യാചിച്ചെന്നിരിക്കും. നിങ്ങളുടെ ഓരോ കാളുകൾ അല്ലെങ്കിൽ മെസ്സേജിന് വേണ്ടി അവർ ഫോണിൽ പരിധിയെന്നിരിക്കും. എന്നാലോ ഇതിങ്ങനെ തുടർച്ചയായാലോ ആ തുടർച്ച അവരെ അതുമായിട്ട് ചേർന്ന് പോകുന്നതിനായിട്ട് നിങ്ങളുടെ അവഗണന അഥവാ നിങ്ങളുടെ വാശി അതുമായിട്ട് പൊരുത്തപ്പെടുന്നതിന് അവരെ അത് പഠിപ്പിക്കും. അവർക്കത് ശീലമാണ്. അങ്ങനെ ഈ വലിയ വാശികൾ കൊണ്ട് നഷ്ടമാകുന്നത്, പിടിവാശി കൊണ്ട് നഷ്ടമാകുന്നത് വലിയ വലിയ സൗഹൃദങ്ങളാണ്. ആ സൗഹൃദങ്ങളെ നമ്മൾ കെട്ടിപ്പടുക്കുന്നതിനായിട്ടെടുത്ത സമയത്തിൻ്റെ പകുതി പോലും വേണ്ടി വരുന്നില്ല ഈ ബന്ധങ്ങൾ ശിഥിലമാകുന്നത്. അങ്ങനെയുള്ള പിടിവാശികൾ ഒഴിവാക്കി സൗഹൃദങ്ങളെ നിലനിർത്തിക്കൊണ്ടു പോകുവാൻ ഏവർക്കും സാധിക്കട്ടെ. ഏവർക്കും ശുഭദിനം.